ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ലോകമെമ്പും ഗുഡ് ഫ്രൈഡേ ഓർക്കുന്നതായ ദിവസം. അതായത് എല്ലാവരും ഗുഡ് ഫ്രൈഡേയുടെ ആരാധനകളിലും ഒക്കെ സംബന്ധിച്ച് ധ്യാനത്തിലും ദൈവത്തിൻ്റെ തിരുനാമം ഓർത്തുകൊണ്ട് അവൻ്റെ ത്യാഗം, ക്രൂശിലെ മരണത്തെയൊക്കെ ഓർക്കുന്ന ഈ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മൾ ആ സംഭവത്തിൽ കാണുന്ന ഒരു കള്ളനെക്കുറിച്ച് പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കുരിശിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 കള്ളന്മാരെ ക്രൂശിച്ചു നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. അതിൽ വലത്തു ഭാഗത്തെ കള്ളൻ കർത്താവിനെ എൻ്റെ വചനം ഉൾക്കൊള്ളുകയും അവന് കർത്താവിൽ വിശ്വസിക്കുകയും രക്ഷകനാണെന്ന് മെശിഹയാണെന്ന് വിശ്വസിക്കുകയും അവൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. യേശു ഏറ്റവും സ്നേഹിച്ചിരുന്നതായ യോഹന്നാൻ ശിഷ്യൻ പോലും കുരിശിൻ്റെ ചുവട്ടിൽ മാറി നിന്ന് ഏതാനും ചില സ്ത്രീകൾ മാത്രമാണ് അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നത്. എന്നാൽ കുരിശിൽ കിടന്ന കള്ളന് കർത്താവിനോട് പറയുന്ന, കർത്താവേ, നീ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. അപ്പോൾ അതിന് ഉത്തരമായി കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്നാണ്. ആ കള്ളൻ്റെ വിശ്വാസം എത്ര വലുതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവന് സുവിശേഷം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ യേശു ആയിരുന്നോ, അവനെ ക്രൂശിൽ വെച്ച് മാത്രമാണ് അവന് നടന്നോ സംഭവിച്ചത്. അന്ന് ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങൾ, ആ ക്രൂശീകരണം മാത്രമാണ് അവൻ്റെ ദൃക്സാക്ഷിയായിട്ടും അവൻ വചനത്തെക്കുറിച്ച് കേട്ടതെന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ അവൻ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് അവൻ്റെ ജീവിതം അവനിൽ വരമേൽപ്പിച്ചതായി നമ്മൾ കാണുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്നും കർത്താവിനെ പ്രതിസന്ധിയിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രതിസന്ധികളിൽ കർത്താവിനെ വിട്ട് അകലുന്ന ഒരു പ്രവണതയാണ് നമ്മൾക്കുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പുതുക്കി കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ കൂടെ, അവൻ്റെ ആ ഒരു ബലിയർപ്പണത്തിൽ കൂടി നമ്മളെ പാപത്തിൽ നിന്ന് നമ്മുടെ ജീവന് മറുവിലയായി അവൻ്റെ രക്തത്തെ കൊടുത്ത് രക്ഷിച്ചതിനായി നന്ദി പറയാം. എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു. ബൈ ഓൾ.